ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. റൈസിനോടൊപ്പമൊക്കെ സൈഡായി കഴിക്കാവുന്ന നല്ല ടേസ്റ്റോട് കൂടിയ ചെറുപയർ പരിപ്പ് പാലക് ചീരക്കറിയാണ് തയ്യാറാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അരക്കപ്പ് ചെറുപയർ പരിപ്പ് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇനി നമുക്ക് പാലക് ചീരയാണ്. ഇതിന് പകരം ഏത് ടൈപ്പിലുള്ള പച്ച ചീരയും എടുക്കാവുന്നതാണ്. ഇതേപോലെ കനം കുറച്ച് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. നമ്മളിതിൽ ചേർക്കുന്ന പരിപ്പ് കുക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല. പാലക്കും പരിപ്പും ഒരുമിച്ചിട്ട് വേവിക്കുമ്പോൾ ഒരേപോലെ അത് വെന്ത് കിട്ടും. അത്രയും മതിയാകും. അതിനാലാണ് പരിപ്പ് 20 മിനിറ്റ് നമ്മൾ കുതിർത്തെടുക്കുന്നത്. പരിപ്പ് അധികം വെന്തുടഞ്ഞാൽ കറി നന്നായിരിക്കില്ല. നമുക്ക് ഈ കറിക്ക് എരിവിനായി ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കണം. നമുക്ക് പരിപ്പ് കുക്ക് ചെയ്തെടുക്കാം. അരക്കപ്പ് അളവിലാണ് പരിപ്പെടുത്തത്. അതിങ്ങനെ കുതിർന്ന് വരുമ്പോൾ ഇതേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും. എന്നിട്ടൊരു 1.5 കപ്പ് വെള്ളം ഒഴിക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്തിട്ട് നമ്മളിത് അരിഞ്ഞെടുത്ത ചീര ഒരു 1.5 കപ്പ് അളവ് ഉണ്ടാകും. 1/2 ടീസ്പൂൺ സോൾട്ടൊക്കെ എപ്പോഴും അവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ സോൾട്ടൊക്കെ മതിയാവും. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതൊന്ന് ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. കൂട്ട് റെഡിയാക്കാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരുന്നത്. ഇതേപോലെ കട്ട് ചെയ്ത തേങ്ങയായിരുന്നു, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ജീരകമൊക്കെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മതിയാവും, ഇല്ലെങ്കിൽ ജീരകത്തിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കും. ഇനി അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങയുടെ അളവൊക്കെ വളരെ കുറഞ്ഞ അളവിൽ മതിയാകും. കൂടുതലായാൽ നന്നായിരിക്കില്ല. ഇപ്പോൾ അത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ആ കൂട്ട് അതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. പരിപ്പും പാലക്കും ഒരേപോലെ വെന്ത് കിട്ടും അങ്ങനെ ആകുമ്പോൾ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം, അല്പം വെള്ളം കൂടെ ഒഴിച്ച്. ഇപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. ഇത്രയും മതിയാകും. നമുക്കതിന് മാറ്റി വയ്ക്കാം. എന്നിട്ട് അല്പം കടുക് വറുത്ത് ചേർക്കണം. നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത കറിയായത് കാരണം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കുന്നതാണ് നല്ലത്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും ഇട്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് അല്പം വറ്റൽമുളക് ക്രഷ് ചെയ്തതും ചേർക്കാം. അതില്ലെങ്കിൽ വറ്റൽമുളക് ഇങ്ങനെ 2-3 എണ്ണം കട്ട് ചെയ്ത് ഇട്ടാലും മതിയാകും. ഇത്രയും മതിയാവും. കറിവേപ്പിലയുടെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് 1-2 മിനിറ്റ് അടച്ചു വയ്ക്കാം. എന്നാലേ നമ്മൾ കടുക് വറുത്ത് ചേർത്തത് കൊണ്ട് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുകയുള്ളൂ. ഇതിനു മുന്നേ പാലക് പക്കോടയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. എൻ്റെ ഈ റെസിപ്പി കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.